കാറ്റീസം 5ാം ക്ലാസ്സിലത്തെ ആനുവൽ എക്സാമിൻ്റെ ബൈബിൾ പഠന സഹായിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. പേജ് നമ്പർ 14 മുതലാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നീ ജീവനുള്ള ദൈവപുത്രനായ മിശിഹ ആകുന്നു എന്ന് ഈശോയോട് പറഞ്ഞത് ആരാണ്, എവിടെ വെച്ച്? അപ്പോൾ എ ക്വസ്റ്റ്യൻ ഉത്തരം ശിമയോൻ പത്രോസ്, ബി കേസറിയ ഫിലിപ്പിയ ദേശത്ത് വെച്ച്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണ്? ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് ക്ഷമിക്കുന്നതിനുള്ള വ്യവസ്ഥ എന്ത്? സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ: രൂപാന്തരപ്പെടുമ്പോൾ യേശു ആരെയാണ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: അപസ്മാര രോഗിയെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്തുവാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? അല്പവിശ്വാസം കൊണ്ട്. അടുത്ത പേജ് നമ്പർ 15. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. രണ്ടാമത്തേൻ്റെ: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. 3 ഞാനാണ് വാതിൽ. 4 ഞാൻ നല്ല ഇടയനാണ്. 5 ഞാനാണ് പുനരുത്ഥാനവും ജീവനും. 6 വഴിയും സത്യവും ജീവനും ഞാനാണ്. 7 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അടുത്ത പേജ് 16 പേജ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് എന്തിനേക്കാൾ ദുഷ്കരമാണ്? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിച്ചത് ആരാണ്? സെബദി പുത്രന്മാരുടെ അമ്മ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദേവാലയ ശുചീകരണത്തിന് ശേഷം യേശു പോയത് എവിടേക്കാണ്? ബഥാനിയിലേക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ: സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ. 5 സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം? നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. പേജ് നമ്പർ 17. സൂചന താക്കോല്. പത്രോസ് പാറ. രണ്ടാമത്തെ: പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് പൗരക്ഷമുള്ളവൻ. പേജ് നമ്പർ 18. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: സീസറിന് നികുതി കൊടുക്കണമോ എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. രണ്ടാമത്തത്: വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് യേശു വിശേഷിപ്പിച്ചത് ആരെയാണ്? നിയമജ്ഞനെയും ഫരിസേയരെയും. മനുഷ്യപുത്രൻ്റെ ആഗമനം എങ്ങനെയുള്ളതായിരുന്നു? സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുന്നില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശശക്തികൾ ഇളകും. പുനരുത്ഥാനമില്ലെന്ന് വിശ്വസിച്ചത് ആര്? സദുക്കായർ. വിശുദ്ധ സ്ഥലത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് വധിക്കപ്പെട്ട ആൾ? ബവക്കിയുടെ പുത്രൻ സക്കറിയ. 19 പേജ്. ഒന്നാമത്തെ: വന്നു കാണുക. ഫിലിപ്പോസ് കുതിരയുടെ സ്നേഹിതൻ. തൊലോമിയുടെ പുത്രൻ ബർത്തലോമിയോ. ഒരു വലിയ കത്തി. ഭാരതീയ പ്രേക്ഷിതൻ തോമാസ് സ്ലീഹ, ഇരട്ട പിറന്നവൻ. ചുങ്കക്കാരൻ മത്തായി. യഹോവയുടെ ദാനം. പേജ് നമ്പർ 20. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താലത്തുകളുടെ ഉപമ വിവരിക്കുന്ന അധ്യായം. മത്തായി 25. രണ്ടാമത്തെ: ബഥാനിയയിലെ ആരുടെ വീട്ടിൽ വെച്ചാണ് യേശു തൈലാഭിഷേകം ചെയ്യപ്പെട്ടത്? കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ. യേശുവിനെ ജനപ്രമാണികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് യൂദാസ് നൽകിയ അടയാളം എന്തായിരുന്നു? ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഈശോയുടെ കാലത്ത് പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത് എന്നാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: പ്രധാന പുരോഹിതന്മാർ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് ഫലമായി യൂദാസിന് എന്താണ് വാഗ്ദാനം ചെയ്തത്? 30 വെള്ളി നാണയങ്ങൾ. ഹെൽപ്പയുടെ പുത്രൻ ചെറിയ യാക്കോബ്, കുന്തുകാലിൽ പിടിക്കുന്നവൻ, അസാധാരണകാര്യ മധ്യസ്ഥൻ യൂദാ തദ്ദേവൂസ്, പ്രശംസാർഹൻ തീവ്രവാദി ശിമയോൻ. കേൾക്കുക, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു.
കുറി വീണവൻ. മത്തായി യഹോവയുടെ ദാനം. 22-ാമത്തെ പേജ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ. യേശുവിനെ ഒറ്റുകൊടുത്ത് ലഭിച്ച വെള്ളി നാണയങ്ങൾ കൊണ്ട് വാങ്ങിയ സ്ഥലത്തിൻ്റെ പേര്? രക്തത്തിൻ്റെ പറമ്പ്. 2. ആരായിരുന്നു യേശുവിൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിച്ചത്? അരിമത്യായക്കാരൻ ജോസഫ്. 3. യേശുവിന് പകരം ആരെ വിട്ടുകിട്ടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത്? ബറാബാസിനെ. 4. യേശുവിൻ്റെ കുരിശിൽ വഹിച്ച ശിമയോൻ എവിടെ നിന്നുള്ളവനായിരുന്നു? കെറുവീംകാരൻ. 5. മത്തായിയുടെ സുവിശേഷത്തിലെ അവസാന വാചകം? യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 1-ാമത്തെ പിച്ചത് വിശുദ്ധ എവുപ്രാസ്യ കാട്ടൂർ. 2-ാമത്തെ മദർ ത്രേസ്യ പുത്തൻ. പിന്നെ ജോസഫ് വിതയത്തിൽ, ദൈവദാസൻ മരമ്പാടി. പിന്നെ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ, ദൈവദാസൻ ചൊവ്വന്നൂർ. 4-ാമത്തെ ഫാദർ ആൻ്റണി തച്ചുപ്പറമ്പിൽ ചാലക്കുടി. അപ്പോൾ പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠങ്ങളും കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.